നമസ്കാരം. ജമ്മു കാശ്മീരിനെ ഒഴിവാക്കി ഭാരതത്തിന്റെ വികലമായ ഭൂപടം അടിച്ചിറക്കിയിരിക്കുകയാണ് കേരള ഹൈക്കോടതി അഭിഭാഷക കോപ്പറേറ്റീവ് സൊസൈറ്റി. ജമ്മു കാശ്മീരിലെ പ്രദേശങ്ങളെ ഇന്ത്യയുടെ ഭാഗമല്ലാത്ത രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രദേശം പാകിസ്ഥാന്റെ അധീനതയിലുള്ളതാണ്, ചൈനയുടെ അധീനതയിലുള്ളതാണ് എന്നൊക്കെ രീതിയിലാണ് ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കറുത്ത കുത്തുകൾ കൊണ്ട്, അതായത് രാജ്യത്തിൻ്റെ ഭാഗമല്ലാത്ത രീതിയിൽ കറുത്ത കുത്തുകൊണ്ട് വേർപെടുത്തിയാണ് ഇത്തരത്തിൽ ഭൂപടം ഇവർ അടിച്ചിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഡയറികൾ അംഗങ്ങൾ വിതരണം ചെയ്തത്. ഇത് വിവാദമായതോടെ ഡയറിയുടെ 66-ാം പേജ് കീറിക്കളഞ്ഞ ശേഷം ഇപ്പോൾ തടി തപ്പിയിരിക്കുകയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഇന്ത്യക്കെതിരെ വളരെ മോശമായ ഒരു സമീപനം സ്വീകരിക്കുക എന്ന രീതിയിൽ തന്നെയാണ്. കാരണം നിയമം അറിഞ്ഞുകൂടാത്ത ആൾക്കാരായിരിക്കില്ലല്ലോ അഭിഭാഷകർ. ഇത്തരത്തിലുള്ള നിരവധി അഭിഭാഷകർ ഇന്ത്യക്കകത്ത് പ്രവർത്തനം നടത്തുന്നുണ്ട്. പലരും ഇടതുപക്ഷ മനോഭാവമുള്ള അഭിഭാഷകരാണ് ഇത്തരത്തിൽ ചിന്തിക്കുന്നതിൽ അധികം പേരും. അതായത് ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കുക എന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രഖ്യാപിത രീതിയാണ് പലപ്പോഴായിട്ട്. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം പോലും ഈ ഒരു രീതിയിലുള്ള ആക്രമണങ്ങൾ ഇടതുപക്ഷം തുടർന്നിരുന്നു. അതായത് സ്വാതന്ത്ര്യത്തിന് മുന്നേയും ഈ രീതിയിൽ ഇന്ത്യയെ ആക്രമിച്ചിരുന്നു. അതായത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ ഒറ്റുകൊടുത്തതൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സംഭവങ്ങളാണ്. അതിനുശേഷം അധികാരി തിസീസ് എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാന് വേണ്ടിയിട്ട് ഭൂപടം തയ്യാറാക്കി കൊടുത്ത ഒരു സംഭവം ഉണ്ടായി. അതായത് 16ഓളം ഖണ്ഡങ്ങളായിട്ട് ഇന്ത്യയെ വെട്ടിമുറിക്കണമെന്നായിരുന്നു ഇവർ പറഞ്ഞത്. 16ഓളം രാജ്യങ്ങളായിട്ട് ഇതിനെ വെട്ടിമുറിക്കണം. ഇന്ത്യ എന്നത് ഒരു രാജ്യമല്ല, ഒരുപാട് രാജ്യങ്ങളുടെ ഒരു കൂട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വിഭജിക്കണം, 16ആയിട്ട് വിഭജിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതേ കൂട്ടർ അധികാരി തിസീസ് പാസ്സാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കൽക്കത്ത തിസീസ് പാസ്സാക്കുകയുണ്ടായി. ഇന്ത്യ എന്നത് ഒരു അർദ്ധ സാമ്രാജ്യത്വ രാജ്യമാണ്, അതിനെതിരെ ആയുധമെടുത്ത് പോരാടണം എന്ന് പറഞ്ഞുകൊണ്ട് കൽക്കത്ത തിസീസ് ഇവർ ഇറക്കുകയുണ്ടായി. അങ്ങനെ നിരവധിയായിട്ടുള്ള ആക്രമണ പദ്ധതികൾ ഇവർ ഇന്ത്യക്കെതിരെ നടപ്പിലാക്കി വന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തന്നെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പദ്ധതികൾ ഇവർ ആസൂത്രണം ചെയ്തു. ഇന്ത്യയെ പിടിച്ചടക്കാൻ, സായുധമായിട്ട് പിടിച്ചടക്കുവാനായിട്ട് റഷ്യയുടെ ഉൾപ്പെടെ സഹായം ചോദിച്ച ഒരു ചരിത്രവും ഇവർക്കുണ്ട്. സ്റ്റാലിൻ അന്ന് കൈ ഒഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ സ്റ്റാലിൻ്റെ സഹകരണത്തോടു കൂടി ഇന്ത്യയെ കീഴടക്കുവാനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ആ കാലഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ജനറൽ സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും എങ്ങനെയാണ്, എത്രത്തോളം കാഠിന്യമേറിയതാണ് ഇന്ത്യക്കെതിരെയുള്ള അവരുടെ സമീപനം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും അവരുടെ ജനറൽ സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കപ്പെട്ടത് പോലും. ആ ഒരു രീതിയിലുള്ള സമീപനത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ത്യയുടെ ഭൂപടം തന്നെ വികലമായി വരയ്ക്കുന്ന ഒരു സമീപനം. പലപ്പോഴും മുൻപ് ഇത്തരം കാര്യങ്ങളിലൊക്കെയും ഇടതുപക്ഷത്തിനോടൊക്കെ കാര്യങ്ങളെ പറ്റിയിട്ട് ആരായുമ്പോൾ അവർ പറയുന്നത് തങ്ങൾ ദേശീയതയിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ദേശീയത? ഒരു മോശവും സങ്കുചിതവുമായ വികാരമാണ് എന്ന തരത്തിലാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു കേൾക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ആശയങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ് ഇതിനെയും കണക്കാക്കേണ്ടത്, കാണേണ്ടത്. പക്ഷേ ഇത് വലിയ കുറ്റകൃത്യം തന്നെയാണ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരവും 1961 ക്രിമിനൽ ഭേദഗതി ചട്ടപ്രകാരവും ഇതിനെതിരെ വലിയ രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഇതെതിരെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യക്കെതിരായിട്ടുള്ള, ഭാരതത്തിനെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു നടപടിക്കെതിരെ തീർച്ചയായിട്ടും ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റിന് നിയമപരമായിട്ട് തന്നെ ശിക്ഷ നൽകേണ്ടതാണ്. അത്തരത്തിലുള്ള വലിയ കുറ്റകൃത്യമാണ്. അതായത് രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന, രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന, രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട വക്കീലന്മാരുടെ ഒരു കൂട്ടായ്മ, അഡ്വക്കേറ്റന്മാരുടെ ഒരു കൂട്ടായ്മ ആണ് ഇത്തരത്തിലുള്ളൊരു ഡയറി പുറത്തിറക്കിയത് എന്നത് ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും രാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ ഭീകരവാദികളുടെ ഒരു വലിയ നീണ്ട നിര തന്നെയുള്ള ഒരു സമയത്ത് ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യുന്നത് സത്യത്തിൽ വളരെ കൃത്യമായി ഇതിനെ വിലയിരുത്തേണ്ട ഒന്ന് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ISIS ഭീകരനെ തിരുവനന്തപുരത്ത് വെച്ച മൂവാറ്റുപുഴ സ്വദേശിയായ സയ്യദ് മുഹമ്മദ് ആദിൽ എന്ന് പറഞ്ഞ ഭീകരനെ അറസ്റ്റ് ചെയ്തത്. അതായത്
കേരളത്തിൽ റിക്രൂട്ട്മെൻറ്റുകൾ IS റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുവാൻ വേണ്ടിയിട്ട് ഇയാൾ പദ്ധതിയിട്ടിരുന്നു. ഇതിനു വേണ്ടിയിട്ട് ഇയാൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ എടുത്ത് പ്രചരിപ്പിച്ചിരുന്നു. അയാൾ ഒളിവിലായ ഇയാളെ തിരുവനന്തപുരത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അത്തരത്തിൽ ഭാരതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭീകരവാദികൾ തുനിഞ്ഞിറങ്ങുന്ന ഈ ഒരു സമയത്ത്, അതേപോലെ തന്നെ വൈറ്റ് കോളർ ജിഹാദും ഡിജിറ്റൽ ജിഹാദും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് ഭാരതത്തെ ലക്ഷ്യം വെച്ച് ഇത്തരം ഭീകരവാദികൾ ഇറങ്ങുന്ന സമയത്ത് ഇത്തരമൊരു നടപടികൾ സത്യത്തിൽ വളരെയധികം അന്വേഷണ വിധേയമാക്കേണ്ടതാണ്, സംശയിക്കപ്പെടേണ്ടത് തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.